റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ്. റേഷൻ വിതരണ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട 2024 നവംബർ 17 ഏറ്റവും പുതിയ അറിയിപ്പ്. റേഷൻ വിതരണം ഇതുമായി ബന്ധപ്പെട്ട് തടസ്സം നേരിടുകയും ഒക്കെ ചെയ്തിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ വിവരങ്ങളും അറിയിപ്പുകളും റേഷൻ വ്യാപാരികളുടെ സമരവും അനിശ്ചിതകാല സമരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. റേഷൻ വിതരണ കരാറുകാരുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു. തിങ്കളാഴ്ച മുതൽ FCAയിൽ നിന്ന് സപ്ലൈകോ സംഭരണശാലയിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കുമുള്ള അരി വിതരണം പുനരാരംഭിക്കും. മന്ത്രിമാരായ GR അനിൽ, B ശിവൻകുട്ടി എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പ്രതിഫല കുടിശ്ശിക ഉടൻ നൽകാമെന്നും ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡും ചുമത്തിയ പിഴ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പിലാണ് പിന്മാറ്റം. സെപ്റ്റംബറിലെ പ്രതിഫല കുടിശ്ശിക ഒരാഴ്ചയ്ക്കകവും ബാക്കി താമസം കൂടാതെയും നൽകാനാണ് തീരുമാനം. പലിശയും പിഴപ്പലിശയും ഒഴിവാക്കാനുള്ള ശുപാർശ ഉടൻ ക്ഷേമനിധി ബോർഡ് യോഗത്തിൽ നൽകും. എന്നാൽ യോഗം ഇത് അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടങ്ങും. സപ്ലൈകോ നേരിട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിന് പണമടയ്ക്കുന്നതിനും ധാരണയായി. സമരത്തെ തുടർന്ന് റേഷൻ കടകളിൽ അരിക്ഷാമം രൂക്ഷമായി തുടരുന്നു. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ചൊവ്വാഴ്ച കടകളടച്ച് താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ നടത്തും. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ജനുവരി 6 മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരം തുടങ്ങാൻ റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു. റേഷൻ വിതരണത്തിനുള്ള കമ്മീഷൻ 2 മാസമായി കുടിശ്ശികയാണ്. സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും കിറ്റ് കമ്മീഷൻ്റെ പകുതി മാത്രമാണ് നൽകിയത്. ഓണത്തിന് സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ഓണറേറിയം ലഭിച്ചില്ല. വേതന വർധനയും നടപ്പിലാക്കിയില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യം ജോണി നെല്ലൂർ MLA ആവശ്യപ്പെട്ടു. ഇതേപോലുള്ള പൊതു അറിയിപ്പുകൾക്കും വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.